നേരിൻ്റെ വഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാം എല്ലാവരും ദൈവത്തിൽ നിന്ന് ഓടി വിളിക്കുവാൻ ആഗ്രഹിക്കുന്നവർ. അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ താല്പര്യങ്ങളുടെ പിന്നാലെ യാത്ര ചെയ്യുമ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നത് നാം അറിയാറില്ല എന്നതാണ് സത്യം. അതിന് ഏറ്റവും നല്ല ഉദാഹരണം ഒരാട്ടിടയൻ്റെ അരികിൽ നിന്ന് പുല്ലുകൾ തേടി ഓടി ഓടി ദൂരത്തേക്ക് പോകുന്ന ഒരാടിനെ പോലെയാണ് നമ്മളെല്ലാവരും. വളരെ വിദൂരത്തിൽ ചെന്നെത്തുമ്പോൾ മാത്രമേ നാം എത്രയധികം ദൂരത്താണ് അകന്ന് ദൈവത്തിൽ നിന്ന് എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കി. പല സമയത്തും മടങ്ങി വരാൻ അവസരങ്ങൾ ഉണ്ടായാലും അതിനൊന്നും നമ്മൾ മിനക്കെടാറില്ല. പ്രത്യേകിച്ച് ആരോഗ്യമുള്ളപ്പോഴും പണമുള്ളപ്പോഴും ധാരാളം കൂട്ടുകാരുള്ളപ്പോഴൊക്കെ നമ്മുടെ സുഖലോലുപതയുടെ പിന്നാലെ യാത്ര ചെയ്യാനാണ് എന്നും നമ്മൾ ആഗ്രഹിക്കാറുള്ളത്. സ്കോട്ട്ലൻഡിലെ വളരെ മനോഹരമായ പർവ്വത നിരകളിൽ ആടുകളെ മേയിക്കുന്ന ആട്ടിടയന്മാർ പറയുന്ന അനുഭവം കേട്ടിട്ടുണ്ട്. സാധാരണഗതിയിൽ ആടുകളുമായി ആ പർവ്വത നിരകളിൽ ആട്ടിടയന്മാർ യാത്ര ചെയ്യുമ്പോൾ ആടുകളെ സംബന്ധിച്ച് ഏറ്റവും രുചികരമായ അവിടുത്തെ പുല്ല് തിന്നുവാൻ അവരിങ്ങനെ ഓടിച്ചാടി നടക്കും. അങ്ങനെ ഓടി നടക്കുന്നതിനിടയിൽ ഇടയൻ്റെ അരികിൽ നിന്ന് വളരെ ദൂരത്തേക്ക് അവർ ചെല്ലാറുണ്ട്. വലിയ പാറക്കെട്ടുകൾക്ക് ഇടയിലേക്ക് ഏറ്റവും സ്വാദിഷ്ടമായ മധുരമുറുന്ന പുല്ല് ഭക്ഷിക്കാൻ ആ ആടുകൾ ചെല്ലുമ്പോൾ അവർ വീഴുന്നത് വലിയ അപകടത്തിലേക്കും വലിയ കെണിയിലേക്കുമാണെന്ന് അവരറിയാറില്ല. അങ്ങനെയൊക്കെ വലിയ പാറക്കെട്ടുകൾക്കിടയിലേക്ക് ഈ ആടുകൾ ഇറങ്ങി അവർക്കിഷ്ടമുള്ള പുല്ല് യഥേഷ്ടം അവർ ഭക്ഷിക്കും. പക്ഷേ തിരിച്ച് അവിടെ നിന്ന് കയറി വരാൻ അവയ്ക്ക് കഴിയില്ലെന്നുള്ളത് ഇടയന് മാത്രമേ അറിയൂ. എങ്കിലും ആ ആടുകളുടെ പിന്നാലെ പെട്ടെന്നൊന്നും ഇടയന്മാർ ഓടി തിരഞ്ഞു ചെല്ലാറില്ല. അങ്ങനെ തിരഞ്ഞു ചെന്നാൽ വീണ്ടും വീണ്ടും അത് വലിയ അപകടത്തിലേക്ക്, ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത നിലയിൽ ജീവൻ പോലും നഷ്ടം വരുന്ന ഒരു സ്ഥിതിയിലേക്ക് ആ ആടുകൾ എത്തിപ്പെടും. അതുകൊണ്ട് ആട്ടിടയന്മാർ ചില ദിവസങ്ങൾ കാത്തിരിക്കും. വലിയ പാറക്കെട്ടുകൾക്കിടയിൽ അവയ്ക്ക് തിന്നുവാൻ കഴിയുന്ന പുല്ലുകളെല്ലാം അത് തിന്നു കഴിയുമ്പോൾ പിന്നീട് തിരിച്ച് കയറാനുള്ള ശ്രമമാണ്. പക്ഷേ അതിനെക്കൊണ്ട് കഴിയില്ല. പല പ്രാവശ്യം ശ്രമിച്ചു കഴിയുമ്പോൾ ആഹാരവും വെള്ളവും ഇല്ലാതെ ആട് വല്ലാതെ ക്ഷീണിക്കും. ആ സമയത്ത് ഇടയൻ കയറുകൾ ആ ആടിനെ വരിഞ്ഞ് കെട്ടിയിട്ട് ആ വലിയ പാറക്കെട്ടുകൾക്കിടയിൽ നിന്ന് ആ ആടിനെ ഉയർത്തിയെടുക്കും. എന്തുകൊണ്ടാണ് നേരത്തെ അവയെ രക്ഷിക്കാഞ്ഞത് എന്ന് ചോദിച്ചാൽ ഇടയന്മാർ പറയും, ആടല്ലേ, അത് വീണ്ടും വീണ്ടും മുൻപോട്ട് ഒരു മടിയും കൂടാതെ തുള്ളിച്ചാടി പോകാൻ സാധ്യതയുണ്ട്. അത് വലിയ അപകടത്തിലേക്കാണ് എത്തിച്ചേരുക. എന്നാൽ ഇടയനറിയാം, അത് ക്ഷീണിച്ചു കഴിഞ്ഞാൽ പിന്നെ വളരെ സുഖമായി അതിനെ ഉയർത്തിക്കൊണ്ടുവരാം. ദൈവത്തോടുള്ള ബന്ധത്തിൽ മനുഷ്യന് ഉപമിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല ഉദാഹരണം ഇത് തന്നെയാണ്. ഒരു നല്ല ഇടയനാണ് സർവശക്തനായ ദൈവം. ഈശ്വരനെ സ്നേഹിക്കാത്തത് കൊണ്ടൊന്നുമല്ല ആളുകളൊക്കെ അകന്നു പോകുന്നത്. ധാരാളം കൂട്ടുകാരുണ്ടാകുമ്പോൾ
അവരുടെ പിന്നാലെ അവരോട് ഒരുമിച്ച് ഒക്കെ യാത്ര ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കാറുള്ളത്. ധാരാളം പണം കയ്യിൽ വരുമ്പോൾ പിന്നെന്തിന് ദൈവത്തെ സ്നേഹിക്കണം, ബഹുമാനിക്കണം, ഭയപ്പെടണം എന്നുള്ള ചിന്തയാണ്. ആരോഗ്യമുള്ളപ്പോൾ ഒരിക്കൽ പോലും നമ്മൾ ദൈവത്തെ വേണ്ട വിധത്തിൽ ബഹുമാനിക്കാനോ ഒരുപക്ഷെ സ്നേഹിക്കാനോ മനസ്സ് വെക്കണമെന്നില്ല. നല്ല ആരോഗ്യമുണ്ടല്ലോ, പിന്നെന്തിന് ഞാൻ ദൈവത്തെ ഭയപ്പെടണം? സത്യത്തിൽ ഇതെല്ലാം കഴിയുമ്പോൾ, ആരോഗ്യം ക്ഷയിക്കുന്നതുവരെ എല്ലാവരും നമ്മിൽ നിന്നകന്ന് ഏകരാകുന്നതുവരെ, ഒരുപക്ഷെ നമ്മുടെ പണമൊക്കെ ഒട്ടും പ്രയോജനപ്പെടാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നതുവരെയൊക്കെ ദൈവം മൗനമായിട്ടിരിക്കാം. നമ്മുടെ എല്ലാ കഴിവുകളും അസ്തമിക്കുമ്പോൾ, നമ്മുടെ ആരോഗ്യം ക്ഷയിക്കുമ്പോൾ, അവിടെയാണ് നല്ല ഇടയനായ ദൈവം അടുത്തു വന്നിട്ട് തൻ്റെ സ്നേഹമുള്ള കരങ്ങൾ കൊണ്ട് നമ്മെ ഉയർത്തിയെടുക്കുന്നത്. അറിയണം, ദൈവം ഒരിക്കലും നമ്മെ മറക്കുന്നില്ല, ആരെയും മറക്കുന്നില്ല, ആരെയും തള്ളിക്കളയുന്നില്ല. എല്ലാവരെയും സ്നേഹത്തോടെ മടങ്ങി വരുവാൻ കാത്തിരിക്കുന്ന ഒരു ദൈവമാണ് നല്ല ഇടയനായ ദൈവം. അതുകൊണ്ട് ദൈവത്തിലേക്ക് ഓടി വരാൻ ഒരു മടിയും വേണ്ട. അവിടുത്തെ സന്നിധിയിൽ വന്ന് നെടുമ്പാട് വീണിട്ട് ആ സ്നേഹത്തിൻ്റെ വലയത്തിനുള്ളിൽ ഒതുങ്ങിയിരിക്കാൻ നമ്മെക്കൊണ്ട് കഴിഞ്ഞാൽ എത്ര അനുഗ്രഹമാണ്. നിങ്ങളും ഞാനും ഒക്കെ ഓടി അകലുന്ന ഒരാടിനെ പോലെ ദൈവത്തിൽ നിന്ന് ഓടിപ്പോകുകയാണെങ്കിൽ അപകടം നമ്മുടെ മുൻപിലുണ്ടെന്ന് മറക്കല്ലേ. ദൈവത്തിലേക്ക് മടങ്ങി വരിക, ദൈവസ്നേഹത്തിൽ നിലനിൽക്കുക. അതൊരനുഭവമാണ്, അത് സന്തോഷമാണ്. ആ കൊതി, ആ തീരുമാനം, ആഗ്രഹം, അതൊക്കെ നമ്മുടെ ജീവിതത്തെ ഭരിക്കണം. നിങ്ങളും ഞാനും ഒക്കെ അങ്ങനെ ദൈവത്തിന് മുമ്പിൽ വന്ന് ആ നല്ല ഇടയന് മുമ്പിൽ അനുസരണയുള്ള ഒരാടായി ജീവിക്കാൻ കഴിഞ്ഞാൽ എത്ര സുന്ദരമാണ്. നമുക്കേവർക്കും അതിന് സാധിക്കട്ടെ.